ക്രിസ്ത്യാനികളാണ് കൂടുതൽ. എല്ലാ വീട്ടിലും പാട്ടും വായനയും വേദപുസ്തക വായനയും അതെല്ലാം രണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ കേട്ടുകൊണ്ട് പോകാം. നല്ല രസമാണ്. പോകുന്നവർക്ക് ഒരു ഭക്തിയുണ്ട്, അത് കേട്ടോണ്ട്. ഇന്നത് പോയി, എല്ലാം പോയി. ഇന്നൊരു വീട്ടിലും പ്രാർത്ഥനയില്ല, നോമ്പനുഷ്ഠാനമില്ല, ഉപവാസമില്ല, തോന്നി പോലെ ജീവിക്കുക. ഈ പോക്ക് പോയാൽ എവിടെ പോകും? തലമുറകൾ എങ്ങോട്ട് പോകും? അവർ ദുഷിച്ചു പോകുന്നതിനെ കൊല്ലം ആരെങ്കിലും കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? നമ്മളൊക്കെ തന്നെയാണ് കുറ്റക്കാർ. പ്രാർത്ഥനാ ജീവിതമുള്ള കുടുംബങ്ങൾ ഉണ്ടാകണം. നോമ്പനുഷ്ഠിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ ഉണ്ടാകണം. എങ്കിലേ മക്കൾ ശരിയാകത്തുള്ളൂ. അല്ലാതെ പോയി കഴിഞ്ഞാൽ എല്ലാം നശിച്ചു പോകും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ത് കഷ്ടം സഹിച്ചും ആത്മീയ മൂല്യങ്ങളെ കരുപിടിപ്പിക്കണം, മുറുകെ പിടിക്കണം, മക്കളെ അതിന് പരിശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇപ്പം വാർത്ത കേൾക്കുന്ന പോലെ കൊലപാതകങ്ങളും ഹത്യക്കൊത്തും പ്രശ്നങ്ങൾ പ്രതിസന്ധികളുമായി കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നമ്മൾ നോക്കാം, വീട്ടിൽ നല്ല കുഞ്ഞുങ്ങളാണ്, പക്ഷെ പുറത്തിറങ്ങുമ്പോൾ അറിയാം അവരുടെ യഥാർത്ഥ സ്വഭാവം. ഇങ്ങനെ ആയിത്തീർന്നിരിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കുടുംബാന്തരീക്ഷത്തിൽ ആത്മീയ മൂല്യങ്ങളെ കരുപിടിപ്പിക്കുന്നവരായി നാം തീരണം. അതിനുള്ള പ്രതിജ്ഞ എടുത്തിട്ട് പോകണം. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമായി തീരും. എൻ്റെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായി തീരും. എൻ്റെ കുടുംബം ധാർമ്മിക മൂല്യങ്ങളുള്ള കുടുംബമായി തീരും. എൻ്റെ കുടുംബത്തിൽ മദ്യം കയറ്റുകയില്ല. എൻ്റെ കുടുംബത്തിൽ അപ്രകാരമുള്ള യാതൊന്നും കയറ്റുകയില്ല എന്ന് ഒന്ന് തീരുമാനിക്കണം. ദൈവ വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം റെഡിയായിത്തീരണം. ഇപ്രകാരം ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന ജനത്തിനുണ്ടാകുന്ന അപാകതകളും പരാജയങ്ങളും ഇന്നത്തെ ലോകത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദേശീയ മര്യാദകൾ പോലും മന്ദിഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതിന് കാരണം. ലോകത്ത് മുഴുവൻ ഉണ്ടാകുകയാണ്, രാഷ്ട്രത്തിലും ഉണ്ടാകുകയാണ്. വർഗീയ വർണ്ണവിദ്വേഷങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്രവാദങ്ങൾ വർദ്ധിക്കുന്നു, അഴിമതി വർദ്ധിക്കുന്നു, ദേശീയ മര്യാദകളെല്ലാം പൊക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം മൂല്യ കാരണം എന്ത്? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ദൈവത്തോട് കൂടെ ചേർന്ന് ജീവിക്കുവാൻ തക്കൊണ്ട് സാധിക്കുന്ന ഒരു ജീവിതം നമുക്ക് കരുപിടിപ്പിക്കുവാൻ സാധിക്കുമോ? വെള്ളമില്ലാത്ത കിണറുകളെ പൊട്ടക്കിണറുകളായി കുഴിച്ചെന്നാണ് രണ്ടാമത് പറയുന്നത്. നിഷ്ഫലം, കുഴിക്കുന്തോറും വെള്ളം കിട്ടുകയില്ല. നിഷ്ഫലമാണ് പ്രയത്നം, നിഷ്ഫലമായ പ്രയത്നങ്ങൾ. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു വിഷയമാണ്.